അവിടെ എന്ത് പ്രകടമായിട്ടുള്ള മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്? ഈ നാട്ടിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ പട്ടികജാതി പട്ടികവർഗ 10% ഉണ്ട്. അവരുടെ സെക്രട്ടേറിയറ്റിൽ ഒരാളുണ്ടോ? സ്ത്രീകൾ സെക്രട്ടേറിയറ്റിൽ ഒരാളേ ഉള്ളൂ. ഞങ്ങളുടെ പാർട്ടിയിൽ 1/3 ഭാരവാഹികൾ വനിതകളാണ്. അതായത് 30 സംസ്ഥാന ഭാരവാഹികളെ നിശ്ചയിക്കുമ്പോൾ 10 പേര് ഞങ്ങളത് വനിതകളാണ് കഴിഞ്ഞ 10 വർഷമായിട്ട്. അതുകൊണ്ട് CPM ഇപ്പോഴും പുരോഗമനപരമായ ഒരു നിലപാടും സ്വീകരിച്ചിട്ടുണ്ട്. പത്മകുമാറിന്റെയും അതുപോലെ P. ജയരാജന്റെയും സുകന്യയുടെയും ഒന്നും വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങളെ ഞങ്ങൾ അതിനെ കണക്കാക്കുന്നില്ല. കാരണം അത് അവരുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷെ അടിസ്ഥാനപരമായ ഇത്തരം വിമർശനങ്ങൾ ആ പാർട്ടിക്കെതിരെ ഉയരുന്നുണ്ട്. അടിസ്ഥാനപരമായി CPM ഒരു സ്ത്രീ വിരുദ്ധ പാർട്ടിയാണ്, ഒരു ദളിത് വിരുദ്ധ പട്ടികജാതിക്കാർക്ക് എതിരായിട്ടുള്ള ഒരു പാർട്ടിയാണ്. അത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമില്ല. അവരുടെ പോളിറ്റ് ബ്യൂറോയിലുമില്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റിലുമില്ല. സ്ത്രീ മുഖ്യമന്ത്രിയാക്കുമെന്ന് പറഞ്ഞ് ഇവിടെ നടന്ന ആൾക്കാരുണ്ടായിരുന്നല്ലോ. ഇവിടെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ നിന്ന് അവരെ എടുത്തു കളഞ്ഞു. വനിതാ മുഖ്യമന്ത്രി വരും പ്രതീക്ഷ ഇപ്പോഴും ഉണ്ടെന്നാണ് ശൈലജ ടീച്ചർ പറയുന്നത്. അല്ല, അതാ ഞാൻ ചോദിച്ചത്. നിങ്ങൾ ഇതിനെപ്പറ്റി പറഞ്ഞതിന് പകരം നാട് ഭരിക്കുന്ന ഈ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ കാര്യം ഞാൻ ചോദിച്ചത്. അതിനെപ്പറ്റി നിങ്ങൾ ആരും ചോദിച്ചില്ലല്ലോ. എന്തേ ഒരു സ്ത്രീ ആയിപ്പോയി? സെക്രട്ടേറിയറ്റിൽ എന്തുകൊണ്ട് ഒരു സ്ത്രീ? സെക്രട്ടേറിയറ്റിൽ എന്തുകൊണ്ട് പട്ടികജാതിക്കാരില്ല? നിങ്ങൾക്ക് ആർക്കും അത് ചോദിക്കാനുള്ള ധൈര്യമില്ലല്ലോ. അയ്യോ, വല്ലാത്ത കഷ്ടം തന്നെ.